ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2 നിർണായക അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ കർണാടകയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും SIT അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇഞ്ചക്കൽ ഓഫീസിലെ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ഇരുവരുടെയും അറസ്റ്റ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണം വിറ്റത് ഗോവർദ്ധനാണ്. ഇരുവരുടെയും മൊഴി നേരത്തെ പലതവണ SIT രേഖപ്പെടുത്തിയിരുന്നു. പക്ഷെ അതിലൊക്കെ ദുരൂഹതകൾ സംശയിക്കുകയായിരുന്നു SIT. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സിജോ വി ജോൺ കൂടുതൽ വിവരങ്ങൾ നൽകും. സിജോ, എപ്പോഴായിരുന്നു ഇരുവരുടെയും അറസ്റ്റ്? ഇരുവരുടെയും പങ്ക് സംബന്ധിച്ച് എന്തൊക്കെയാണ് SITയുടെ കണ്ടെത്തലുകൾ? ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണമാണ് സംബന്ധിച്ച ഇരുവർക്കും വ്യക്തമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടി അറിവോട് കൂടിയാണ് ഇത്തരത്തിൽ ഇടപാടുകൾ നടന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായ തെളിവുകളും വിവരങ്ങളും ഒക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പങ്കജ് ഭണ്ഡാരിയെ ഇഞ്ചക്കൽ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്, അതിനുശേഷം തുടർ ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ചില അസൗകര്യങ്ങൾ ഉള്ളതിനാൽ തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിന് എത്തിയില്ല. തുടർന്ന് ഇന്ന് ഹാജരാകാനാണ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത്. ഈ തുടർ ചോദ്യം ചെയ്യൽ ഭാഗമായി ചില തെളിവുകൾ കൂടി അന്വേഷണ സംഘം അവർക്ക് മുന്നിലേക്ക് വയ്ക്കുന്നു. അത് നിഷേധിക്കപ്പെടാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. അങ്ങനെയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് രൂക്ഷമായ വിമർശനമാണ് SITക്ക് നേരിടേണ്ടി വന്നത്. ഉന്നതരിലേക്ക് അന്വേഷണം പോകുന്നില്ല. ഡിസംബർ 5-ന് ശേഷം അന്വേഷണത്തിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ച നിമിഷങ്ങൾക്കകമാണ് ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊരു ചെയിനായിട്ടാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നു. അതിനുശേഷം ഇത് അതിന്റെ ഒരുക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ്. അതാണ് ചെന്നൈയിലെ ഈ പങ്കജ് ഭണ്ഡാരിയുമായിട്ടുള്ള ബന്ധം. അതോടൊപ്പം തന്നെ ഇതിന് ശേഷം ബാക്കി വന്ന സ്വർണം കൊണ്ടുപോയിരിക്കുന്നത് ബംഗളൂരുവിലുള്ള ഈ ഗോവർദ്ധന്റെ ജുവലറിയിലേക്കായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം അല്ലെങ്കിൽ ശബരിമല, കേരള, ചെന്നൈ, ബംഗളൂരു, അങ്ങനെ ഒരു കണക്ഷനാണ് ഇതിനുള്ളത്. ഇനി ഇതിൽ അറിയേണ്ടത് ഈ ഉരുക്കി എന്ന് പറയുന്ന സ്വർണം അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണം ആണോ ഇവര് പറയുന്ന നിലവിൽ പിടിച്ചെടുത്തിരിക്കുന്ന സ്വർണം എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ ഹൈക്കോടതി തന്നെ ഇവിടെ ചെന്നിത്തല നൽകിയ മൊഴി പ്രകാരം വ്യവസായിയിൽ നിന്നടക്കം SIT മൊഴിയെടുത്തിരുന്നല്ലോ. ഇവർ പറയുന്നത് ഇവിടെ നിന്ന് കടത്തിയ സ്വർണം അല്ലെങ്കിൽ പാളികൾ അത് ഈ വിഗ്രഹക്കടത്ത് സംഘം കോടികൾക്ക് മറച്ചുവിറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ ആ മൊഴി സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? അതിലൊരു കൃത്യമായ വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിലും പറയാൻ സാധിക്കില്ല. കാരണം ഈ വ്യവസായിയിൽ നിന്ന് അതീവ രഹസ്യമായിട്ടാണ് വിവരങ്ങൾ എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, വ്യവസായി പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകരുത്, തന്റെ ഐഡന്റിറ്റി പോലും പുറത്തു വരരുത് എന്നുള്ള ഒരു കർശനമായ ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യവസായി പങ്കുവച്ചിരിക്കുന്നത് എന്നുള്ള സംബന്ധിച്ച് വ്യക്തത ഇപ്പോഴും നമുക്കില്ല. പക്ഷേ രമേശ് ചെന്നിത്തല ആവർത്തിച്ച് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയുള്ള വിവരങ്ങളാണ്. കാരണം ആ വ്യവസായി രമേശ് ചെന്നിത്തലയ്ക്ക് നേരത്തെയും പല വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതുമായി രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകുന്ന സമയത്ത് അതെല്ലാം വസ്തുതാപരമാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുത്തതിന് പിന്നാലെ ഈ പറയുന്ന വ്യവസായിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുന്നു. അതും അതീവ രഹസ്യമായി അദ്ദേഹം ഇവിടെ വരുന്നു, മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ചില രേഖകളും മറ്റു വിവരങ്ങളും ഒക്കെ അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ആധികാരികത അന്വേഷണ സംഘം എന്തായാലും പരിശോധിച്ച് വരികയാണ്. ഈ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് പറയുന്ന സമയത്ത് ആദ്യം മുതൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. കാരണം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന ഒരു സ്വർണ്ണം എന്ന് പറയുന്നത് അത് ഉരുക്കി വിൽക്കുന്നതിനേക്കാൾ എത്രയോ കോടിക്കണക്കിന് രൂപ വ്യത്യാസമാണ്. ഇത് ശബരിമലയിലെ സ്വർണ്ണമാണ് എന്ന് പറഞ്ഞ് വിൽപ്പന നടത്തുക എന്നുള്ളത്. അതിന്റെ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും കൂടുതൽ വ്യക്തത വരും. ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിക്കും അറിയാമായിരുന്നു എന്ന മൊഴി നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണോ? ദിവ്യ, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുമോ? അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണോ SITക്ക് ഈ പറയുന്ന ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് ഇരുവർക്കും ഈ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് അറിയാമായിരുന്നു എന്ന മൊഴി നൽകിയത്? കാരണം ഇവരെ കണക്ട് ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണല്ലോ. അതെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്ന് നേരത്തെ അത്തരത്തിലുള്ള മൊഴികളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ ചോദ്യം ചെയ്യലിൽ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഈ പങ്കജ് ഭണ്ഡാരിക്കും അതോടൊപ്പം തന്നെ ഈ ഗോവർദ്ധനും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്കും കൂടി ഇത് അറിയാമായിരുന്നു, ഇത് ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണമാണ് എന്ന് സംബന്ധിച്ചത്. നേരത്തെയുള്ള ചോദ്യം ചെയ്യലിലൊക്കെ ഇവർ നൽകിയിരുന്ന മൊഴി എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നിരുന്ന സ്വർണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് അത്ര പലപ്പോഴും പല ഘട്ടങ്ങളിലും ഈ
സ്മാർട്ട് ക്രിയേഷൻസ് ആണെങ്കിൽ അത് ഈ സ്വർണം ഉരുക്കി മാറ്റുന്ന അല്ലെങ്കിൽ ആ സ്വർണ്ണപ്പണികൾ നടത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോ പലയിടങ്ങളിൽ നിന്നുള്ള സ്വർണം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നുള്ള സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയാമായിരുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഗോവർദ്ധന് കൈമാറിയപ്പോൾ ഗോവർദ്ധനും ആദ്യം പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണമായിരുന്നതെന്ന് തനിക്ക് അറിയാമായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നു. അത് ഈ രണ്ടുപേർക്കും നിഷേധിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. ഇവരുടെ പങ്കുകൂടി വ്യക്തമാകുന്നതായിരുന്നു. അങ്ങനെ അവസാനം ഇവർക്ക് അത് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കൂടി ഞങ്ങൾക്ക് അറിയാമായിരുന്നു, ശബരിമലയിലെ സ്വർണ്ണമായിരുന്നു എന്നുള്ള സംബന്ധിച്ച് അറിയാമായിരുന്നു എന്നുള്ളൊരു മൊഴി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അതായത് ഇതൊരു നിർണായക അറസ്റ്റാണ്. ഒരുപക്ഷെ ഈ അന്വേഷണത്തിന്റെ ഒരു ഗതി നിർണ്ണയിക്കുന്ന ഒരു അറസ്റ്റാണെന്ന് പറയും.